അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയുടെ അധ്യക്ഷൻ, വാർഡ് പ്രസിഡന്റ് അജി, അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനനായ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കാര്യദർശി അബ്ദുറഹ്മാൻ സാഹിബ് അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട ഇന്നിവിടെ സ്വീകരണം നൽകുന്ന മുനിസിപ്പൽ കൗൺസിലർമാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് മുനിസിപ്പാലിറ്റി കേരളത്തിലാകെ ചർച്ചാ വിഷയമാക്കിയ സജി ചെറിയാനോട് നന്ദി പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങളെയാണ്. മുസ്ലിം ലീഗിൻ്റെ 23 അംഗങ്ങളിൽ 22 പേര് വിജയിച്ചു എന്നുള്ളത് കേരളത്തിലെ എല്ലാവർക്കും ഇന്നറിയാം. അവരുടെ പേരുകൾ നോക്കി അവരുടെ മതം അറിയണമെന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. എനിക്കിവിടെ പറയാനുള്ളത്, സജി ചെറിയാനെ വ്യക്തിപരമായി അറിയുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം ഒരു വർഗീയവാദിയാണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അറിഞ്ഞുകൊണ്ട് തന്നെ പാർട്ടി നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തിനോട് അത് പറയിപ്പിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനു മുമ്പ് ബഹുമാനനായ ബാലൻ മന്ത്രിയും പറഞ്ഞു, അതും നമ്മൾ കേട്ടതാണ്. അതൊക്കെ രാഷ്ട്രീയമായി നേരിടാൻ നമുക്കറിയാം. മുസ്ലിം ലീഗിനെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ഈ നാട്ടിലെ നമ്മളെ തോൽപ്പിക്കാൻ നോക്കിയ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് വിരോധികളായ എൻ്റെ സഹോദരന്മാരോട് ഞാൻ ഒന്ന് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം എന്തിനാണ് ലീഗിനെ പറയുന്നത്? മുസ്ലിം ലീഗ് പറഞ്ഞാൽ മാത്രമേ കേരളത്തിൽ മുസ്ലിങ്ങളെ പറയാൻ കഴിയൂ. മലപ്പുറത്തും കാസർഗോഡ് മാത്രമാണോ മുസ്ലിങ്ങളുള്ളത്? അല്ലല്ലോ. മലപ്പുറവും കാസർഗോഡിനെ മാത്രം പറയുന്നത് എന്തിനാണ്? ഇന്ത്യ രാജ്യത്തിന് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, രാജ്യത്ത് മുസ്ലിങ്ങളുടെ എണ്ണം ആകെ 12%, 20% താഴെ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ രാജ്യത്ത് BJPയെ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും കഴിവില്ലാത്തൊരു സമുദായമാണ് മുസ്ലിം സമുദായം. പക്ഷേ എന്തിനു വേണ്ടിയാണ് മുസ്ലിം സമുദായത്തെ മാത്രം എണ്ണിപ്പറഞ്ഞുകൊണ്ട് BJP ഇലക്ഷനായാലും മറ്റു സമയങ്ങളിലൊക്കെ ആയാലും, ഇന്ന് ബുൾഡോസ് രാജായാലും മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും സമുദായത്തെ മാത്രം എടുത്തു പറയുന്നത് എന്തിനു വേണ്ടിയാണ്? കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും ഇന്ന് അതേ ലൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ആ രാഷ്ട്രീയ സാഹചര്യം എന്ന് മനസ്സിലാക്കേണ്ടതുമുണ്ട്. കേരളത്തിൽ ഈ ഹരിത പതാകയ്ക്ക് കീഴിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അഭിമാനകരമായ അസ്തിത്വം നിലനിർത്തുന്നു. ഇവിടെ മുസ്ലിം സമുദായത്തിനെ നോവിക്കണമെങ്കിൽ അത് ലീഗിനെ പറഞ്ഞാലേ പറ്റൂ. അതുകൊണ്ടാണ് മലപ്പുറത്തെയും കാസർഗോഡിലെയും മുസ്ലിം പേരുള്ള മുസ്ലിം ലീഗിനെ എതിർക്കുന്നു എന്ന് അവർ പറയുന്നത്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. കേരളത്തിലെ മുസ്ലിങ്ങളുടെ അഭിമാനകരമായ അസ്തിത്വം നിലനിർത്തിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വേണ്ടി ഈ സമുദായത്തിൻ്റെ പേരിൽ പഴി കേൾക്കാൻ നമുക്ക് അഭിമാനമേ ഉള്ളൂ എന്നാണ് അവരോട് എനിക്ക് പറയാനുള്ളത്. കാരണം സജി ചെറിയാനെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ അത് നമ്മളെ പറഞ്ഞതല്ല. കാരണം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമുദായം അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് CPM അത് പറയിപ്പിച്ചത്. ബാലനെ കൊണ്ട് പറയിപ്പിച്ചത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ആ സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. പഞ്ചായത്ത് ഇലക്ഷനിൽ അവർ വല്ല തോൽവി കേരളത്തിലെ ജനങ്ങൾ അവർക്ക് നൽകി. അതിനെതിരെയാണ് CPM സമുദായമായി ചിന്തിക്കാതെ, ഒരിക്കലും മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് ഞങ്ങൾക്ക് ഇനി ലഭിക്കില്ല എന്ന് അവർ ഉറപ്പിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് തീർച്ചയായും അവർ ഇത്തരത്തിലുള്ള വർഗീയ പ്രചാരണത്തിന് ഇറങ്ങിയത് എന്ന് വളരെ മോശമായ CPMനെ സംബന്ധിച്ചിടത്തോളം അവർ പറയാറുള്ളത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ. കേരളത്തിലെ BJP പോലും ലജ്ജിക്കുന്ന രീതിയിൽ
വളരെ മോശമായ രീതിയിലാണ് വർഗീയ പ്രചാരണത്തിന് അവർ ഇറങ്ങിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇന്നാട്ടിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഈ വരുന്ന ഇലക്ഷനൊക്കെ നേരിടേണ്ട സമയമാണ്. നമുക്കറിയാം, നമ്മൾ ഒരുമിച്ച് നിന്നാൽ എന്തൊക്കെ നേടും എന്നതിനെക്കുറിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അത് നിങ്ങളെങ്ങനെ മനസ്സിലാക്കിയാലും ഇന്ത്യയിലെ മുസ്ലിം ലീഗിനെക്കുറിച്ച് ഒരാൾക്ക് പോലും ഇന്ന് വരെ നമ്മളെ പറ്റി ഒരു വർഗീയമായ ഒരു അപവാദ പ്രചാരണം നടത്താൻ പോലും നമ്മളെപ്പറ്റി പറഞ്ഞിട്ടില്ല, കഴിയുകയില്ല. കാരണം മുസ്ലിം സമുദായത്തിൽ 70 വർഷമായിട്ട് ഇന്ത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇതുവരെ വർഗീയമായിട്ട് മറ്റൊരു സമുദായത്തെ നോവിക്കാൻ നമ്മൾ ഇറങ്ങിയിട്ടില്ല. നമ്മുടെ അവകാശങ്ങൾ ചോദിക്കുന്നത് ഒരിക്കലും വർഗീയമല്ല. നമ്മുടെ അവകാശം ചോദിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളുണ്ടാക്കിയ ഈ പാർട്ടി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് വെച്ച് നമ്മുടെ മറ്റുള്ള സമുദായക്കാരെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും ഈ നാട്ടിൽ സാമുദായിക സൗഹാർദ്ദ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചരിത്രം നമ്മൾ അറിയേണ്ടത്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ എല്ലാ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് പറയാൻ സാധിക്കും, കേരളത്തിൽ ഒരു തരത്തിലുള്ള വർഗീയ ചിത്രീകരണത്തിനും മുസ്ലിം ലീഗ് തയ്യാറായിട്ടില്ല എന്നാണ് കേരളത്തിലെ ഇന്നത്തെ അന്തരീക്ഷം നമുക്ക് കാണിച്ചു തരുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കർണാടകയും UPയും ഗുജറാത്ത് അടക്കമുള്ള മുസ്ലിം സമുദായം കൂടുതലുള്ള നാട്ടിൽ ഒരു ലീഡറില്ലാതെ, അവർക്കൊരു ഉമ്മത്തിനൊരു ലീഡറില്ലാതെ മുസ്ലിം സമുദായം ഇന്ന് ബുൾഡോസർ രാജായാലും പള്ളികളെ പൊളിച്ചുകൊണ്ടിരിക്കുന്നു, വീടുകൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ തരത്തിലും ഒരു തരത്തിലും ജീവിക്കാൻ വഴിയില്ലാതെ, പേര് പറഞ്ഞ് നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മാറിയിരിക്കുന്നു. നമുക്കറിയാം, ഉത്തരേന്ത്യയിൽ പോകുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ടാകും. അവിടെ ഒരു റൂം എടുക്കാൻ പോലും മുസ്ലിം സമുദായത്തിൻ്റെ നമ്മുടെ ഐഡൻറ്റിറ്റി കാണിച്ചാൽ റൂം പോലും അനുവദിച്ചു തരാൻ കഴിയാത്ത രീതിയിലേക്ക് ഇന്ത്യ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു. എന്തൊരു രീതിയിലാണ് ഇനി വരുന്ന ജനറേഷന് എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുക എന്ന് പേടിയോടെയാണ് നമ്മളതൊക്കെ നോക്കുന്നത്. ഇന്നിപ്പോൾ SCRൻ്റെ കാര്യം വന്നാലും മറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാലും ഏതൊക്കെ രീതിയിൽ സമുദായത്തെ നോവിക്കാം എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വളരെയധികം ജാഗ്രതയോടെ ഈ സമുദായത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് പൊന്നാരം നമ്മുടെ നേതാവ് ബഹുമാന്യനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഈ ഹരിത പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്കതിനെ നേരിടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അത് കഴിയും. ഈ വരുന്ന ഇലക്ഷനിലും അത് നമ്മൾ കാണിച്ചു കൊടുക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലെ ഈ പറയുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു അപവാദ എന്ത് പ്രചാരണങ്ങൾ നടത്തിയാലും കേരളത്തിലെ എല്ലാ ഹൈന്ദവ സുഹൃത്തുക്കളായാലും എല്ലാ നാനാജാതി ആളുകളുടെ എല്ലാവരുടെയും പിന്തുണ ബഹുമാനനായ പാണക്കാട് തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളെ ഈ നാടിലടക്കമുള്ള കാസർഗോഡും മലപ്പുറത്തും ഉള്ള സൗഹാർദ്ദം കേരളത്തിലെ ഒരു ജില്ലയിലുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ ജീവിക്കുന്ന കാസർഗോഡിൻ്റെ മണ്ണ് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു തരത്തിലും ഒരു വർഗീയ ചിത്രീകരണം നമ്മൾക്കുണ്ടാക്കിയിട്ടില്ല. ഈ കഴിഞ്ഞ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പായാലും അതിനു മുമ്പ് മുനിസിപ്പൽ ഭരണമെടുത്ത് നോക്കിയാലും അതിനുശേഷമുള്ള നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മുഗ്രാൽപുത്തൂരായാലും ചെങ്കലയായാലും മധൂറായാലും ഒക്കെ ഇവിടെ സൗഹാർദ്ദം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് നമ്മളുടെ ഇതുകൊണ്ട് തന്നെയാണ് എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് നമ്മളെ ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും സാധ്യമല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ഈ പ്രസ്ഥാനം അജയ്യ ശക്തിയായി കേരളത്തിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തിയ, പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് 16ൻ്റെ പൊലിമ, ഈ 16ാം വാർഡ് ഇവിടെ വിജയിച്ച പ്രത്യേകിച്ച് സാഹിനാക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് വിജയിച്ച 22 കൗൺസിലർമാരെയും മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും പരിപാടി നടത്തിയ 16ാം വാർഡ് കമ്മിറ്റിക്ക് എല്ലാവിധ